കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കുന്ന ഒരു പ്രതിഷേധ സമരമാണ് നമുക്ക് പിന്നിൽ കാണുന്നത്. ഈ സമരത്തിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിലെ മോർച്ചറി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ സമരം ആരംഭിക്കുകയാണ് ഇവിടെ. പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഞങ്ങളൊരു പരിഹാരത്തിന് വന്നിട്ടുള്ളതാണ്, അല്ലാതെ ഒരു പ്രഹസനത്തിന് വന്നിട്ടുള്ളതല്ല. അതിന് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള നടപടികൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അടുത്ത കാര്യങ്ങളിലോട്ട് കിടക്കാം. രോഗികളും ആൾക്കാരൊക്കെ വരുന്നില്ല, കൊണ്ടുപോകുന്ന ഇത്ര ആൾക്കാരുള്ള കാര്യം ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമൊക്കെ എല്ലാവർക്കും ഉണ്ട്. കൊണ്ടുപോകുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാ ബസ്സിലും ഞങ്ങൾ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഭാഗത്തോട്ട് കയറാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പാർട്ടി ജില്ലാ പ്രസിഡന്റിന്റെ അനുവാദത്തോടു കൂടി നമ്മൾ തീരുമാനിക്കുകയാണ്. ഈ ആശുപത്രി കൊട്ടാരക്കര നഗരസഭയുടെ കീഴിലാണുള്ളത്. അവരുടെ അണ്ടറിലാണ്. അവരുടെ അനാസ്ഥ കൊണ്ട് ഇവിടുത്തെ സൂപ്രണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി DMOയും നഗരസഭ ചെയർമാനും ധരിപ്പിക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രതിഷേധം ഞങ്ങൾ ഇവിടുന്ന് നഗരസഭയിലോട്ട് മാറ്റുകയാണ്. കാരണം അവരാണ് ഉത്തരവാദിത്തപ്പെട്ടത്. നഗരസഭ ചെയർമാൻ അതിൻ്റെ കസ്റ്റോഡിയൻ. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ട് അവിടെ നടപടി ആവശ്യപ്പെട്ട് ഈ ഡെഡ് ബോഡി അവിടെ സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സമരം നഗരസഭയിലോട്ട് നമ്മൾ നീങ്ങുകയാണ്, ജില്ലാ പ്രസിഡന്റ് അനുവാദത്തോടു കൂടി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ BJP കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശവമഞ്ചവും വഹിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ മാർച്ച് ആണ് നടന്നിട്ടുള്ളത്. കൊട്ടാരക്കര നഗരസഭയിലെ എല്ലാ തലങ്ങളിലും വളരെ അഴിമതി നിറഞ്ഞ ഭരണ സംവിധാനമാണ് നമുക്ക് കാണുവാനും കേൾക്കുവാനും സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കുറച്ച് നാളുകളായി നമ്മുടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ അനവധി ആളുകൾ ചികിത്സയും മറ്റു കാര്യങ്ങളുമായിട്ട് എത്തുന്ന നമ്മുടെ ഹോസ്പിറ്റലിൽ മോർച്ചറി സംവിധാനം ഇല്ലാതായിരിക്കുകയാണ്. കുറച്ച് നാൾ മുമ്പ് മോർച്ചറിയുടെ ചുമതല വഹിച്ചിരുന്നവർ മോർച്ചറിയുടെ പിരിവിനത്തിൽ കിട്ടുന്ന കാശുമായിട്ട് മുങ്ങുകയും അത് ഇവിടുത്തെ നഗരസഭയുടെ അധികാരപരിധിയിലും അറിവോടും കൂടിയിട്ടാണ് നടന്നിട്ടുള്ളത്. ഇത്തരത്തിൽ എല്ലാ തലങ്ങളിലും അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിട്ടുള്ള നമ്മുടെ കൊട്ടാരക്കര നഗരസഭ, ഈ നഗരസഭയുടെ ഈ പിടിപ്പുകേടിനെതിരെയാണ് ഇന്ന് BJP കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റി ഇന്ന് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധ സമരം വെച്ചിരിക്കുന്നത്. ഈ സമരത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കൊട്ടാരക്കരയുടെ ആരാധനായിട്ടുള്ള BJPയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീമാൻ അനീഷ് കിഴക്കേക്കരയാണ്. അനീഷ് കിഴക്കേക്കരയെ
വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്ന് നമുക്കിവിടെ ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ളത് BJPയുടെ കൊല്ലം ഈസ്റ്റ് ജില്ലാ അധ്യക്ഷയായിട്ടുള്ള ശ്രീമതി രാജീവ് പ്രസാദ് അവർകളാണ്. രാജീവ് പ്രസാദ് അവർകളെയും വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഇന്ന് ഈ പ്രതിഷേധ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഏരിയയുടെയും മണ്ഡലത്തിൻ്റെയും പ്രിയപ്പെട്ട എല്ലാ BJP പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ. ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ തരത്തിലൊരു പ്രതിഷേധ സമരം, ഒരു സൂചനാ സമരം നടത്തിയതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഏവർക്കും വ്യക്തമാണ്. കഴിഞ്ഞ 3 ആഴ്ചക്കാലമായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറി അടച്ചുപൂട്ടി കിടക്കുകയാണ്. അവിടെ ഒരു സ്റ്റിക്കറിൽ എഴുതി ഒട്ടിച്ചിട്ടുമുണ്ട്, ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മോർച്ചറി തുറന്ന് പ്രവർത്തിക്കുന്നതല്ല എന്ന് എഴുതി ഒട്ടിച്ചിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് ഈ മോർച്ചറി അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ഇന്ന് വ്യക്തമാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ പിരിഞ്ഞു പോകില്ല. നമുക്കറിയാം, താലൂക്ക് ആശുപത്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുപ്രസിദ്ധി ആർജിച്ച കേരളത്തിലെ ഒരേ ഒരു താലൂക്ക് ആശുപത്രിയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി. നമുക്കറിയാം, വന്ദനദാസ് പ്രിയപ്പെട്ട ഒരു യുവ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവമൊക്കെ നമുക്കറിയാം. അതിൻ്റെ ആ ഷോക്ക് ഇതുവരെ നമുക്ക് ആർക്കും വിട്ടുമാറിയിട്ടുമില്ല. അപ്പോൾ ഈ താലൂക്ക് ആശുപത്രിയിൽ കാലാകാലങ്ങളായി ഉണ്ടാകുന്ന തകരാറുകൾ, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന തകരാറുകൾ എന്നേ പറയാൻ സാധിക്കൂ. കാരണം വ്യക്തമായ അഴിമതിയാണ്, ഓരോ അഴിമതിയും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതുതായി നമുക്കറിയാം, മോർച്ചറിയുടെ 12 വർഷമായുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. CPMന്റെ പ്രവർത്തകരായിട്ടുള്ള 2 പേരാണ് ആ കേസിൽ ഇപ്പം ആശുപത്രിയിൽ നിന്ന് പുറത്തായിട്ടുള്ളത്. ഏകദേശം 12 ലക്ഷം രൂപയാണ് കഴിഞ്ഞ 2 വർഷത്തെ കണക്കിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. എന്നിട്ട് ഒരു പ്രഹസനം, നാടകീയമായ രംഗങ്ങൾ നടത്തിക്കൊണ്ട് അവർ 2 പേരെ താൽക്കാലികമായി ആശുപത്രിയിൽ നിന്ന് മാറ്റിയിട്ട് മാത്രമേ ഉള്ളൂ. ഒരു നിയമ നടപടി സ്വീകരിക്കാൻ പോലും ഇതുവരെ താലൂക്ക് ആശുപത്രിക്കോ നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് പാവപ്പെട്ടവരുടെ അഭയ കേന്ദ്രമാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി. ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വരുന്നത്? കൊട്ടാരക്കരയിൽ മാത്രമാണോ? കൊല്ലം ജില്ലയുടെ പല ഭാഗത്ത് നിന്ന് ആയിരക്കണക്കിന് സാധാരണക്കാർ, ആയിരക്കണക്കിന് പാവപ്പെട്ടവർ ദിവസേന വന്നു പോകുന്ന കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നാം ചിന്തിക്കണം, എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? ഇപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എക്സ്റേ മെഷീൻ, നമുക്കറിയാം BJP കഴിഞ്ഞ കാലാകാലങ്ങളായി അവിടെ ഇടപെടുന്നത്, അവിടുത്തെ വിഷയങ്ങളിൽ ഓരോന്നിന് പ്രതികരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. ഓരോ മെഷീനുകൾ തകരാറിലാക്കുകയാണ്. എക്സ്റേ മെഷീൻ മാസത്തിൽ ഒന്ന്, നമുക്കറിയാം മാസത്തിൽ ഒരു തവണ മാസിക വരും. അതേപോലെയാണ് മാസത്തിൽ ഒരു തവണ മാത്രം, ഒരു ദിവസം മാത്രമാണ് അവിടെ ഈ എക്സ്റേ മെഷീൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഓരോ മെഷീനുകൾ തകരാറിലാവും, BJP സമരം ചെയ്യും. അതിനെ പേടിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം ഇത് ശരിയാക്കും, വീണ്ടും അത് പഴയപടി. ഇത് മാറ്റമുണ്ടാകണം. ഇത് BJP ഏറ്റെടുത്ത്, താലൂക്ക് ആശുപത്രി BJP ഏറ്റെടുത്ത് കഴിഞ്ഞു. ഞങ്ങൾ ഇതിനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ വിചാരിച്ചാൽ ഈ താലൂക്ക് ആശുപത്രി നന്നാക്കാൻ പറ്റുമോ ഞങ്ങൾ നോക്കുകയാണ്. കാരണം ഇതിൻ്റെ അതോറിറ്റി നമുക്കറിയാം, സൂപ്രണ്ട്, ആശുപത്രിയുടെ അതോറിറ്റി സൂപ്രണ്ടാണ്. സൂപ്രണ്ട് കൃത്യമായി, ഞങ്ങൾ സൂപ്രണ്ടിനെ അടിക്കടി ബന്ധപ്പെടുമ്പോൾ സൂപ്രണ്ട് പരിതാപകരമായ അവസ്ഥയിലാണ് അവർ പ്രശ്നങ്ങൾ പറയുന്നത്. അവരെല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ DMOയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ഞാൻ നഗരസഭ ചെയർമാന് പരാതി കൊടുത്തിട്ടുണ്ട്, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് സൂപ്രണ്ട് പറയുന്നത്. പക്ഷേ ഈ നഗരസഭയുടെ ഭരണകൂടം, നമുക്കറിയാം, ഈ നഗരസഭയുടെ ഭരണകൂടം നിലവിൽ വന്നിട്ട് ഇപ്പോൾ 4 വർഷമായി. പങ്കുവെപ്പാണ്. അതൊക്കെ ആയിക്കോട്ടെ, അവരുടെ മുന്നണി സംവിധാനം. ആദ്യം 2 കൊല്ലം കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാൻ ഷാജു, അത് കഴിഞ്ഞ് 2 വർഷം CPMന്റെ ചെയർമാൻ SR രമേശ്, അത് കഴിഞ്ഞ് ഇപ്പം പുതുതായി അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണ മേനോൻ. അപ്പോൾ ഇവര് ഈ അധികാര കസാര പങ്കുവെക്കുമ്പോൾ നല്ല കാര്യമാണ്, അതൊക്കെ പങ്കുവെച്ചോട്ടെ. പക്ഷേ ഇവർ തമ്മിലൊരു മത്സരം ഉണ്ടാവണം. എന്തിനാണ്? ആരാണ് ഏറ്റവും കൂടുതൽ ജനകീയമായി പ്രവർത്തിക്കുന്നത്? ആരാണ് ഈ നഗരസഭയിലെ ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച നഗരസഭാ ചെയർമാൻ ആരാണ് എന്നതിനാണ് ഇവർ മത്സരം കാഴ്ചവെക്കേണ്ടത്. പക്ഷേ ഇവിടെ വന്നിട്ടുള്ള 2 ചെയർമാൻമാർ, ഇപ്പോൾ 3ാമത്തെ അടക്കമുള്ള ചെയർമാൻമാർ ഇവിടെ മത്സരിക്കുന്നത് ഏറ്റവും കൂടുതൽ കോടികൾ ഉണ്ടാക്കാൻ ആർക്കാണ് പറ്റുക, അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ നഗരസഭ ചെയർമാൻമാർ ഇവിടെ അധികാര കസേര പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, ആദ്യത്തെ ചെയർമാൻ 2 തലമുറയ്ക്ക് ജീവിക്കാനുള്ള എല്ലാം ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോയി. അടുത്ത ചെയർമാൻ വന്നു, അദ്ദേഹം 4 തലമുറയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് പലവിധ കാര്യങ്ങളിലൂടെ. ഇപ്പോ പുതിയ ചെയർമാൻ വന്ന ഉണ്ണികൃഷ്ണ മേനോൻ, അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണ മേനോൻ, അദ്ദേഹം ഇതുവരെ ചെയർമാൻ ആയിട്ട് ആശുപത്രിയിലൂടെ കയറിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അദ്ദേഹം എനിക്കൊന്ന് ഈ മണ്ണൊക്കെ നോക്കി നടക്കുക, അദ്ദേഹം മണ്ണിന്റെ ആളാണ്. നിലം നികത്തി കോടികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചെയർമാനാണ് നഗരസഭ ചെയർമാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണ മേനോൻ. അദ്ദേഹം കൊട്ടാരക്കര നഗരസഭയിലും നികത്താനുള്ള വയലുകളും മണ്ണുകളും നോക്കി നടക്കുന്നത് മാത്രമാണ്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണ മേനോട് ഞങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ വയലൊക്കെ നികത്തിക്കോ. നിങ്ങൾ ഈ ജനങ്ങളെ, സാധാരണക്കാരുടെ ആശുപത്രി
പാവപ്പെട്ടവരുടെ ആശുപത്രിയിൽ അടിസ്ഥാന സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ചെയർമാന്റെ വീട്ടുപടിക്കലേക്കും ചെയർമാന്റെ ക്യാബിനിലേക്കും ഞങ്ങൾ അകത്ത് ഇരച്ചു കയറി വരും. BJP ആണ് പറയുന്നത്. നമുക്ക് താലൂക്ക് ആശുപത്രി അത്രത്തോളം അധപതിച്ചിരിക്കുകയാണ്. ധനകാര്യമന്ത്രി ബാലഗോപാലിന്റെ മണ്ഡലത്തിലാണ് സംഭവിക്കുന്നത്. അതിനെക്കുറിച്ച് ആധികാരികമായി ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിക്കും. അപ്പോൾ നമുക്കറിയാം, പാവപ്പെട്ടവരെ ദ്രോഹിക്കുന്ന, നമുക്കറിയാം ഉറ്റവർ മരണപ്പെട്ടാൽ, ഉടയവർ മരണപ്പെട്ടാൽ, നമുക്കറിയാം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ ഒരു ദിവസം സൂക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടാവും, പലരെയും കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. വൈകി മരണം സംഭവിച്ചാൽ ഒരു രാത്രി സൂക്ഷിക്കാൻ നമുക്കിവിടെ താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറി നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ അവർ പറഞ്ഞേക്കുന്നത് പാരിപ്പള്ളിയിലോട്ടും ശാസ്താംകോട്ടയിലോട്ടും കൊല്ലത്തേക്കും പാരിപ്പള്ളിയിലേക്കും ചാത്തന്നൂരിലേക്കൊക്കെയാണ്. എത്ര ബുദ്ധിമുട്ടാണ് ഈ താലൂക്ക് ആശുപത്രി. സത്യം പറഞ്ഞാൽ നേരത്തെ മുദ്രാവാക്യത്തിൽ അരുൺ കാടാങ്ങളെ സൂചിപ്പിച്ചതുപോലെ എന്തിനാണ് ഇങ്ങനെ ഒരു ആശുപത്രി? ഈ ആശുപത്രി അടച്ചുപൂട്ടണം. ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം 1866 കാലഘട്ടത്തിലാണ് അമേരിക്കയിൽ ആദ്യമായിട്ട് മോർച്ചറി സംവിധാനം നിലവിൽ വരുന്നത്. ആ 66-ൽ നിന്നും 2025 ആയപ്പോഴത്തേക്ക് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചുകൊണ്ട് ഒട്ടനവധി വികസനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് അതേക്കല്ലേ മോർച്ചറി പ്രവർത്തനങ്ങളായാലും മറ്റ് ആധുനിക സൗകര്യങ്ങളിലൊക്കെ വലിയ രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ 2025 കാലഘട്ടത്തോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 2025 കാലഘട്ടത്തിലും നമ്മുടെ കൊട്ടാരക്കര ആശുപത്രി, താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. ഓരോ 3 മാസം കൂടുമ്പോഴും മോർച്ചറി സംവിധാനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അതല്ലെങ്കിൽ എന്തെങ്കിലും അസൗകര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മോർച്ചറി സംവിധാനം തകരാറിലാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവർത്തനം ഇല്ലാതാക്കുന്ന അവസ്ഥയാണ്. ഏതാണ്ട് മോർച്ചറിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏതാണ്ട് 5 ലക്ഷം രൂപയോളമാണ് വിലയിരുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അതിനുവേണ്ടി ഫണ്ട് സ്വരൂപിച്ചിട്ടും ആ മോർച്ചറിയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ ആ പൈസ അടിച്ചു മാറ്റി. പക്ഷെ അതിനെതിരെ നടപടിയെടുക്കാൻ ആശുപത്രി അധികൃതരോ മുനിസിപ്പാലിറ്റിയോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കൊട്ടാരക്കരെ സംബന്ധിച്ച് സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി. ഇന്ന് ആ താലൂക്ക് ആശുപത്രിയിൽ ഒരു അസുഖമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായി മരുന്നുകൾ നൽകുന്നില്ല. ഒരു കയ്യോ കാലോ ഒടിഞ്ഞു ചെന്ന് കഴിഞ്ഞാൽ എക്സ്റേ സംവിധാനമില്ല. 3 മാസം 2 മാസം കൂടിയിരിക്കുമ്പോൾ എക്സ്റേ സംവിധാനം തകരാറിലാകുന്നു. CT സ്കാൻ അടക്കമുള്ളത് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം യാതൊരുവിധ സംവിധാനവും ഇല്ലാതെ ഒരു പ്രവർത്തിക്കുന്ന ആശുപത്രിയായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മാറി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, ഈ കൊട്ടാരക്കര മണ്ഡലം ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ആസ്ഥാനം കൂടിയായിട്ടുള്ള ഈ കൊട്ടാരക്കര മണ്ഡലത്തിൽ ആ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ അതിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെലവാക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലിരിക്കുന്ന ധനകാര്യ മന്ത്രിയുള്ള മണ്ഡലമാണ് നമ്മുടെ ഈ കൊട്ടാരക്കര. അത്തരത്തിലുള്ളൊരു മന്ത്രി നമുക്ക് ആവശ്യമുണ്ടോ നമ്മൾ ചിന്തിക്കണം. കാരണം യാതൊരുവിധ പ്രവർത്തനവും വികസനവും ഇല്ലാത്തൊരു ആശുപത്രി. നമുക്കറിയാം, MC റോഡിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ 30-40ഓളം അപകടങ്ങൾ ദിനംപ്രതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദിനംപ്രതി നടക്കുന്ന അപകടങ്ങളിൽ പെടുന്ന ഓരോരുത്തരെയും ഈ താലൂക്ക് ആശുപത്രിയിലാണ് കൊണ്ടുവരുന്നത്. പക്ഷേ കൊണ്ടുവരുന്ന ഓരോ ആൾക്കാരെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കും ശാസ്താംകോട്ടയിലേക്കും കൊല്ലത്തോട്ടും കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു സാധാരണക്കാരൻ മരണപ്പെട്ട് ഈ ആശുപത്രിയുടെ മോർച്ചറിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അവർ പറയുന്നത് മോർച്ചറി സംവിധാനമില്ല. പക്ഷേ അതിന് കൊല്ലത്തോട്ടോ പാരിപ്പള്ളിയിലോട്ടോ കൊണ്ടുപോകണമെങ്കിൽ ഏതാണ്ട് 5000 രൂപയോളം ചിലവാവുകയാണ്. കാരണം ഒരു ആംബുലൻസ്, നല്ല രീതിയിലുള്ള ആംബുലൻസ് സൗകര്യങ്ങൾ പോലും ഈ താലൂക്ക് ആശുപത്രിയിൽ ഇല്ല എന്നുള്ളതാണ്. ഇന്ന് മോർച്ചറികളുടെ വികസനത്തിനാവട്ടെ അല്ലെങ്കിൽ ആംബുലൻസുകളുടെ വികസനമാവട്ടെ ഓരോ ബഡ്ജറ്റിലും കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ആ പൈസ എങ്ങോട്ട് പോയെന്നോ, ആ പൈസ എന്തിന് ചെലവഴിച്ചെന്നോ, അല്ലെങ്കിൽ ആ പൈസ ആരാണ് അട്ടിമറിച്ചതോ എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം നമുക്കറിയാം, കൊട്ടാരക്കര ആശുപത്രി ഒരുപക്ഷെ ഓരോ മലയാളിയും ഓർക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലുള്ള ഓരോ ജനങ്ങളും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി അവരുടെ ആരുടെയും മനസ്സിൽ നിന്നുമായില്ല. കാരണം എന്ന് വെച്ചാൽ വന്ദന എന്ന് പറയുന്ന ഒരു യുവ ഡോക്ടർ അതിക്രൂരമായി കൊലപ്പെട്ട ആശുപത്രിയാണ് ഈ താലൂക്ക് ആശുപത്രി. 2 ദിവസം മുമ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എഴുകോൺ SI മദ്യപിച്ചെത്തി അവിടെ കാണിച്ച പേക്കൂത്തുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പത്രമാധ്യമങ്ങളുടെ ദൃശ്യമാധ്യമങ്ങളുടെ കണ്ടു. അപ്പം നിർവഹണ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ആ ആശുപത്രി കാണിക്കുന്ന അഴിമതിയും അനീതിയും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തരത്തിലുള്ള അഴിമതി, അപ്പം ഇതിനെതിരെയൊക്കെ ശക്തമായ സമര പരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് BJP കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് എല്ലാം ഇവിടെ സൂചിപ്പിച്ച അധ്യക്ഷനും ഉദ്ഘാടകയും സൂചിപ്പിച്ചു. ഈ കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ കൊല്ലം ജില്ലയുടെ സെന്ററായ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ഒരു രീതിയിലുള്ള ഉപകരണങ്ങളും പ്രവർത്തനം
പ്രവർത്തിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. എക്സ്റേ മെഷീൻ നിലച്ചിട്ട് നാളുകളായി. NHM ഫണ്ടിൽ നിന്ന് ഏകദേശം 2 മാസം മുമ്പ് 5 ലക്ഷം രൂപ എക്സ്റേ മെഷീൻ അനുവദിച്ചിരുന്നു. നാഷണൽ ഹെൽത്ത് മിഷനിൽ നിന്ന് അനുവദിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ മോർച്ചറി കേടായിട്ട് ഈ നമ്മുടെ കൗൺസിലിൽ ഉന്നയിക്കുകയും കൗൺസിലിൽ ശക്തമായിട്ട് നമ്മൾ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യണം. ഉടനടി അത് പുതിയ മെഷീൻ സ്ഥാപിക്കുമെന്ന് പറയുകയും ചെയ്തതാണ്. ഞാനിന്ന് ചോദിക്കട്ടെ, കൊട്ടാരക്കരയുടെ MLA ആയ ശ്രീമാൻ ബാലഗോപാൽ അവർ കൊട്ടാരക്കര നഗരസഭയിൽ ഇഷ്ടംപോലെ ഹൈടെക് സ്കൂളുകളാക്കുന്നു, മറ്റേതാക്കുന്നു, മറിച്ചതാക്കുന്നു. കൊട്ടാരക്കര നഗരസഭയുടെ അധീനതയിലുള്ള കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒരു മോർച്ചറി സംവിധാനം, ഒരു പ്രത്യേകം ബ്ലോക്ക് ഉണ്ടാക്കി അത്യന്താവശ്യമായിട്ട് നിർമ്മിക്കേണ്ടതായിരുന്നു. അതിനു പകരം കെട്ടിട സൗജന്യങ്ങൾ ഉണ്ടാക്കി കമ്മീഷൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കൊട്ടാരക്കര നഗരസഭയും ഭരണകൂടവും മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഏകദേശം 1 വർഷം മുമ്പ് ആ കൊട്ടാരക്കര എക്സ്റേ മെഷീന്റെ അടിയിൽ നിന്ന് അറ്റ്ലസ് ലാബ് എന്ന് പറഞ്ഞ ലാബിൽ നിന്ന് എഴുതുന്ന ആ ഒരു സ്റ്റാഫിനെ അവിടുന്ന് പിടികൂടി. എന്താണ് അവിടെ വരുന്ന എല്ലാം അറ്റ്ലസ് ലാബിലേക്ക് അല്ലെങ്കിൽ വെളിയിലേക്കുള്ള പ്രൈവറ്റ് ലാബിലേക്ക് എഴുതി കൊടുക്കുന്ന അവസ്ഥയാണ്. ആ ഗവൺമെന്റിന്റെ ലാബിന്റെ ആ ചെയറിൽ നിന്ന് നമ്മുടെ സ്വകാര്യ ലാബിൽ ഒരു ഉദ്യോഗസ്ഥനെ പിടികൂടുക തന്നെ ചെയ്തു. ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് സ്വകാര്യ ലോബികളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് കൊട്ടാരക്കര നഗരസഭയുടെ അണ്ടറിലുള്ള താലൂക്ക് ആശുപത്രി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഭാവം മാറും.